ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. റിസെപ്റ്റിവിറ്റിയാണ്. ഇതൊരു കുണ്ടലിനി റൈസിങ്ങിൻ്റെ ആണ് കേട്ടോ. നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉണരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ, സഹസ്രാരത്തിലൊരു താമര വിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രാർത്ഥനകളും ജപങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു കുണ്ടലിനി ശക്തി അത് പലർക്കും അതൊരു എവേക്കണിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കണം. കുറേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജസ്, ചക്രാസിൽ ബ്ലോക്കേജ് ഉള്ള ആൾക്കാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരിക്കണം. കുറേ ആൾക്കാർക്ക് ഇത് ആൾറെഡി നിങ്ങൾ ആ ഒരു എവേക്കണിങ് സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകേണ്ട ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം കുറേയധികം സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ കുണ്ടലിനി റൈസിങ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് ഈ ജന്മത്തിൽ തന്നെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. സ്പിരിച്വലായിട്ടുള്ള ആ അവബോധമുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഈ കുണ്ടലിനി റൈസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഇതൊന്നും അറിയാതെ നിങ്ങൾ പ്രാർത്ഥനയും ജപമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ കുണ്ടലിനി റൈസ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ടല്ല അത് റൈസ് ചെയ്യുന്നത് എങ്കിൽ ചില ആൾക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കും ഇത് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഇതിൽ തന്നെ പോകണു. വല്ലാത്തൊരു ആനന്ദമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ടും പ്രാർത്ഥനയും ജപവും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം കുണ്ടലിനി റൈസിങ് വന്നേക്കാം. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർക്കും ശരിക്കും ആ ഒരു അനുഭൂതി, അതൊരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റാണ്. ആ ഒരു അനുഭൂതിയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ കുണ്ടലിനി റൈസ് ചെയ്താൽ നമ്മൾ അപ്പോൾ എപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. അത് വീണ്ടും നമ്മളുടെ ചക്രാസ് ബ്ലോക്ക് ആകുമ്പം വീണ്ടും അത് ഒരു 2, 3, 4 ദിവസമൊക്കെയാണ് ഇരിക്കണം ചില ആൾക്കാർക്ക് അത് ആ ഒരു അവസ്ഥയിലേക്ക് കിട്ടുന്നത്. ബാക്കി വീണ്ടും അത് പഴയ പോലെ ആവും. പക്ഷേ വൺസ് അത് ഉണർന്നു കഴിഞ്ഞാൽ, ആ പാത്ത് വേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ആളിൻ്റെ ജീവിതം വേറൊരു ലെവലാവും. അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് കുണ്ടലിനി ഉണർന്ന ഒരാൾ എന്തായാലും സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല. അവർക്ക് എന്തായാലും മറ്റുള്ളവരെക്കാളും പല കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ കാരണം ആ സമയത്തെ ഒരു എക്സ്പീരിയൻസ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളുടെ പുറത്തുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മളുടെ സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ട് നമ്മളുടെ ചക്രാസ് വീണ്ടും ബ്ലോക്ക് ആവും. അപ്പോൾ വീണ്ടും പഴയ പോലെ ആകുമെങ്കിലും ഇത് എപ്പോൾ വേണോ, നമ്മൾ പ്രാക്ടീസസിലൂടെ എപ്പോൾ വേണോ ഇത് ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം വീണ്ടും നിങ്ങൾക്ക് സംഭവിക്കാം. പിന്നെ അത് കുറേ കാലം കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരിക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ എനർജി ഉള്ള കുറേ ആൾക്കാരുടെ ഒരു റീഡിംഗ് ആണത്, എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇന്നും നിങ്ങൾ ആ ഒരു ബോധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ ആ ഒരു സ്വത്വത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇന്ന് കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എവേക്കണിങ് സംഭവിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ആ പ്രാക്ടീസസ് ഒക്കെ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം ഇതിനകത്തുള്ളത്.
അവർക്ക് കിട്ടുന്നൊരു റീഡിംഗ് ആണിത്. നിങ്ങൾ ചിലപ്പം ലൗകികമായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും അനുഭൂതി ചിലപ്പം ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ അവരെത്ര നേരം വേണോ ഇരുന്ന് പ്രാർത്ഥിക്കാം, അത് അവരുടെ സന്തോഷമാണ്, ആ ഒരു അനുഭൂതിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു വഴി തന്നെ തുടർന്ന് പോകണം എന്നാണ് ഡിവൈൻ പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തരുത്. പല ആൾക്കാർക്കും ഇത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. കാരണം ഈ സ്പിരിച്വൽ എവേക്കണിങ് സംഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു വരുന്ന ആൾക്കാരാണ്. ഈസി ആയിട്ട് പെട്ടെന്നൊന്നും ആർക്കും അത് സംഭവിക്കാൻ ഇടയില്ല. പിന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളൊക്കെ തീർത്ത് വന്ന ആൾക്കാരുണ്ട്, നമ്മൾ കുറേ അനുഭവിച്ച ആൾക്കാർ. അത് ആ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ ഒരു ജന്മത്തിൽ വീണ്ടും ഒരു അവേക്കണിങ്ങിലേക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഈ കാണുന്ന കുറേയധികം ആൾക്കാരും സ്പിരിച്വലാണ്, അവർ ഒരു ഹയർ സോളാണ് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമുക്കൊരുപാട് സ്ട്രഗിളൊക്കെ തരുന്നത് ഈ സ്പിരിച്വൽ പാത്തിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കറേജാണ്. നിങ്ങളുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. ധൈര്യം ഉണ്ടാകണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ധൈര്യം സംഭരിക്കണം. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വണ്ണമുള്ളൊരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ മനസ്സിലാക്കുക, നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉദാഹരണമാണ് ഈ പാറയ്ക്കകത്തുനിന്ന് ഒരു വിത്ത്, അത് ഒരു ചെടിയായി പൂവായി നിൽക്കുന്ന ഒരു കാടാണത്. അപ്പം നമ്മൾ വിചാരിക്കും ഈ പാറയിൽ നിന്ന് എങ്ങനെ സംഭവിക്കും അപ്പോൾ നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യവും സാധിക്കാമെന്നാണ് ഡിവൈൻ മാസ്റ്റർ നമ്മളോട് പറയുന്നത്. എന്തും സംഭവിക്കാം. നമ്മൾ അത്രയും ധൈര്യം ഉണ്ടാകണം. നമ്മൾ ആ ചട്ടക്കൂട് പൊട്ടിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഷെല്ല് പൊട്ടിക്കാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടായാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സംഭവിപ്പിക്കാൻ പറ്റും. കാരണം ഇതിൽ പല ആൾക്കാരും നമുക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവും എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും എന്നുള്ളത് കൊണ്ടോ ഒക്കെ നമ്മളുടെ പല കാര്യങ്ങളും ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആ ഷെല്ല് പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളൊന്ന് ചേഞ്ച് ആകണം. നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് മറ്റൊരാളും ചെയ്യുമെന്ന് വിചാരിക്കരുത്, മറ്റൊരാളും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കാം. പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്ത ആൾക്കാരായിരിക്കാം. ആ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. സ്വയം ഫോർഗീവ് ചെയ്ത് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. എന്നിട്ട് ധൈര്യം സംഭരിക്കണം എന്നുള്ള ആ ഒരു ചട്ടക്കൂട് പൊട്ടിക്കാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. 3 of Cupsൻ്റെ എനർജിയാണ്. ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ആ ചട്ടക്കൂടൊക്കെ പൊട്ടിച്ച് വെളിയിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെലിബ്രേഷനാണ്. നിങ്ങൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന്, നമ്മളിൽ സത്യമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെയും നോക്കണ്ട എന്നുള്ളതാണ്. നമ്മളാണ് ശരി ഉണ്ടെങ്കിൽ, നമ്മളിൽ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ ഒരു സെയിം ഗ്രൂപ്പുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ ജോലി ചെയ്ത സ്ഥലത്തോ അല്ലെങ്കിൽ പഠിച്ച കൂട്ടുകാരോ ആരെങ്കിലും ആയിരിക്കാം, അവരുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യുന്ന എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം ഇന്നത്തെ ദിവസം. നമുക്ക് ഈ ഒരു കാർഡ് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്.
നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. നമ്മൾ ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും പല ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരിക്കാം. ഈ ഒരു ജന്മത്തിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതും നമ്മൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും ഒളിച്ചോടാൻ പാടില്ല എന്നുള്ളതാണ്. അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ഇന്ന് ഇത് കാണുന്ന കുറേ ആൾക്കാർ അങ്ങനെ ഒരു ഉത്തരവാദിത്വമൊക്കെ ചെയ്ത് തീർത്തു, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പം നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിരിക്കില്ല ഉള്ളത്. എന്നാലും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എൻ്റെ കർമ്മ ഞാൻ പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇന്ന് ഇത് മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ഈഗോ ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഈഗോ ഒന്നുമില്ല. വളരെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതും വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. നിങ്ങളുടെ കർമ്മയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇന്നത്തെ ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾ ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം, നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പം പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതിന് ചിലപ്പോൾ കുറേ ആൾക്കാർ ഇത് ബിസിനസ്സൊക്കെ ചെയ്ത് പല ബിസിനസ് ചെയ്തു, നഷ്ടമായി, വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ചെയ്ത് നഷ്ടമായ ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സമയം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നോക്കാം അടുത്ത എന്താണെന്ന് നോക്കാം. ഇതിൽ ഗുഡ് ലക്ക് ചാമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, സ്പെല്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പലതരത്തിലുള്ള സ്പെല്ലൊക്കെ ചെയ്ത ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത പല കാര്യങ്ങൾക്കും ഉള്ള ഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ സമയമാണ് ചിലപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് മാത്രമേ നമ്മളിനി എത്ര പ്രാർത്ഥിച്ചാലും മെഡിറ്റേറ്റ് ചെയ്താലും കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ചാലും നമുക്കൊരു നിശ്ചിത ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മളുടെ കർമ്മയൊക്കെ തീരാനുള്ള ഒരു ടൈം പീരീഡ്. ആ ടൈം പീരീഡിൽ മാത്രമാണ് നമുക്കൊരു നന്മ വരുന്നത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരാത്തത് എന്ന്. പക്ഷേ അത് മാറ്റം വരും എന്നുള്ളതിന് അത് ഉറപ്പാണ്. കാരണം നമ്മളുടെ കർമ്മ എപ്പോഴാണോ റിലീസാകുന്നത്, പാസ്റ്റിൽ നമ്മൾ എത്ര വലിയ കർമ്മ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സമയവും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മളുടെ കർമ്മ റിലീസാകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും നമ്മളുടെ നന്മകൾ കൂട്ടുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു വലിയ വലിയ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. ആ കാര്യങ്ങൾക്കുള്ള ഫലമെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അങ്ങനെ പ്രാർത്ഥനകളിലേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോകാം എന്നുള്ളതാണ് കാണുന്നത്. ഒരു സ്പെല്ലൊക്കെ ചെയ്യാം എന്നാണ് കാണുന്നത്. നമുക്ക് ഇതിൽ നിന്നൊരു ഇതെടുക്കാം. ഹാർട്ടാണ്. ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പ്രണയം കിട്ടിയേക്കാം, ഒരു സ്നേഹം കിട്ടിയേക്കാം, നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ളൊരു അഫെക്ഷൻ തോന്നിയേക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിക്ക് നിങ്ങളോടൊരു ഡീപ്പ് അഫെക്ഷൻ തോന്നിയേക്കാം, നിങ്ങളെ കെയർ ചെയ്തേക്കാം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കെയറിങ്ങും സ്നേഹവും പ്രണയവും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയേക്കാം എന്നാണ് കാണുന്നത്. ഡയമണ്ടാണ്. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു
പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാകാം. നിങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആകും എന്നാണ് കാണുന്നത്. ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലപ്പം കൊതിക്കുന്ന പോലത്തെ ഒരു ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയേക്കാം എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.